ഹായ് ഹലോ. ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ ഇപ്പോൾ ശ്രുതി വലിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ശ്യാമിനെ വിവാഹം കഴിക്കാനായിട്ട് തനിക്ക് താൻ തയ്യാറാണെന്നും വീട്ടുകാർ എന്ത് പറഞ്ഞാലും ഞാൻ അത് ഒരുക്കമാണെന്നും നിങ്ങളുടെ തീരുമാനത്തിനൊത്ത് നടക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് ശ്രുതിയോട് പറഞ്ഞത്. എന്നാൽ ഉടനെ തന്നെ ഇത് കേട്ടതും കേൾക്കാതെ ആദ്യം രാധയും എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രുതിയുടെയും ശ്യാമിൻ്റെയും വിവാഹം ഉറപ്പിച്ചു. പക്ഷേ ഈ ഒരു വിവാഹം കാരണം ശ്രുതിയുടെ ജീവിതം തന്നെ ആകെ മാറി മറിയാൻ പോവുകയാണെന്നും ശ്യാമിന്റെ വലിയൊരു ചതിയിലാണ് ശ്രുതി പെട്ടിരിക്കുന്നത് എന്നൊരു കാര്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിന്റെ മുന്നോടിയായിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ശ്രുതി നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോ കുറേ ദിവസം കൊണ്ട് കഥ ഭയങ്കര ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 ദിവസം കൊണ്ട് തീർക്കേണ്ട കഥ ഇപ്പൊ 4-5 ദിവസം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ശ്രുതിയുടെയും ശ്യാമിന്റെ വിവാഹം ഉറപ്പിക്കുന്നത്, പിന്നെ ശ്യാം അഞ്ജലിയുടെ വീട്ടിൽ പോയതിനു ശേഷമുള്ള ചെറിയ സംഭവങ്ങളും പിന്നെ അശ്വിനുമായി ഉള്ള സംസാരങ്ങളും മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ശ്രുതി ആ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ ഒരുപാട് ഞെട്ടിപ്പോയത് ശ്യാമാണ്. ആ ചെറിയൊരു ശ്രുതി ശ്യാം എന്ന് ലവ് എന്നൊക്കെ വരച്ച് എഴുതിയ ആ ഒറ്റ ഒരു തന്ത്രം കൊണ്ട് തന്നെ ശ്രുതിയുടെ മനസ്സ് മാറ്റാനായിട്ട് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ശ്യാം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ ശ്രുതിയുടെ തീരുമാനം കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി. അമ്മായി വന്നിട്ട് ആരാധ്യയൊക്കെ ഒഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാം മംഗളകരമായിട്ട് നടക്കുകയും അതിനുശേഷം തന്നെ ഉടനെ തന്നെ രാധ പറയുവാണ്, ഇനി ഇതെല്ലാം നിശ്ചയം ചെറുതായിട്ട് നടത്തിയതിനു ശേഷം ഉടനെ തന്നെ വിവാഹം നടത്താം, എന്നിട്ട് ശ്രുതിയെ ശ്യാമിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കാം, അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നും തോന്നത്തില്ലോ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ അവിടെ അശോകൻ ഭയങ്കര സങ്കടമാണ്. എൻ്റെ മകള് വലിയൊരു തെറ്റിലോട്ടാണ്, വലിയൊരു ചതിയിലോട്ടാണ് ചെന്ന് ചാടുന്നത്. ഇത്രത്തോളം എനിക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടും എനിക്ക് അവളോട് കാര്യങ്ങൾ പറയാനോ ഒന്നിനും സാധിക്കത്തില്ലല്ലോ എന്നൊരു സങ്കടത്തിലാണ്. അപ്പൊ അശോകന്റെ ഈ ഒരു വെപ്രാളവും സങ്കടവും ഒക്കെ കണ്ടപ്പോൾ രാധ പറയുന്നത് അശോകന് വിവാഹത്തിന് തയ്യാറാണ്, വിവാഹത്തിന് ഇഷ്ടപ്പെട്ടു, ശ്രുതി ആ ഒരു വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചപ്പോൾ അശോകന് ഒരുപാട് സന്തോഷമായി. അങ്ങനെയെല്ലാം അശോകന് ആ ഒരു വിവാഹം സമ്മതമായതുകൊണ്ടാണ് അശോക് ഇങ്ങനെ കരയുന്നതും സങ്കടപ്പെടുന്നത് എന്നൊക്കെയാണ് രാധ പറയുന്നത്. അവസാനം ശ്യാമിന്റെ തന്ത്രവും ഏറ്റവും കൂടുതൽ ഫലിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്യാമ പറയുവാണ്, ഞാൻ എന്തായാലും പോയിട്ട് വരാം. അപ്പൊ അശോകനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ അഞ്ജലിയെ പോയി കണ്ടിട്ട് അവളോട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ പോയിട്ട് വരാമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരോടും യാത്ര ചോദിച്ച് ശ്യാമ പോയി. അതിന്റെ പിന്നാലെ തന്നെ ശ്രുതിയുടെ കൂടെ പ്രീതി റൂമിൽ ഇരിക്കുമ്പോൾ പോലും പ്രീതി ശ്രുതിയോട് ഒരു കാര്യം ചോദിച്ചു, ശ്രുതി, നിന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടാണോ നീ ശ്യാമിനെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത്? നമ്മൾ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമാണ്. ആ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു പങ്കാളി നമ്മളെ കൂടെ ഉണ്ടാകണം എന്നൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ശ്യാമിനെ വിവാഹം കഴിച്ച് ശ്യാം സാറിന്റെ ഭാര്യയായിട്ട് ഉള്ളോള കാലം മുഴുവൻ നിനക്ക് ജീവിക്കാൻ ഇഷ്ടമാണോ? നീ മനസ്സറിഞ്ഞിട്ടാണോ ഈ ഒരു ബന്ധത്തിന് താല്പര്യം കാണിച്ചത്, ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്നൊക്കെ അവിടെ ശ്രുതിയോട് പ്രീതി ചോദിക്കുന്നുണ്ട്. കാരണം ഇത് ശ്രുതിയുടെ പെട്ടെന്നുള്ള ഒരു മനമാറ്റവും പിന്നെ ആ ഒരു സങ്കടമൊക്കെ കണ്ടപ്പോൾ പ്രീതിക്ക് ചെറിയൊരു സംശയം തോന്നി. ഇതിനെപ്പറ്റി ശ്രുതിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടമാണ് ചേച്ചി, ഇപ്പോൾ എൻ്റെ ഇഷ്ടം നോക്കുന്ന ആവശ്യം എന്താണ്? ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഒരുപാട് സന്തോഷം തോന്നി, എല്ലാവർക്കും ഇത് സമ്മതമാണ് ഈ വിവാഹം കഴിക്കാനായിട്ട്. ഇപ്പോൾ എന്നെ ഒഴിച്ച് ബാക്കിയുള്ളവർ എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ അത് മാത്രം നോക്കിയാൽ പോരെ? ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാവരും സങ്കടം മാറി സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതല്ലേ നല്ലത്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ കാലിൽ ഇട്ട ആ ഒരു കൊലുസ് ശ്രുതി നോക്കുന്നുണ്ട്. അത് അശ്വിൻ അണിഞ്ഞു തന്ന കൊലുസാണ്. ആ ഒരു സമയത്ത് ശ്രുതി അശ്വിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അന്ന് ആ ഒരു ദീപാവലി ആഘോഷത്തിന്റെ അന്ന് അശ്വിനും ശ്രുതിയുമായിട്ട് ഇത് ചേർത്ത് നിന്നതും പിന്നെ അശ്വിൻ തന്റെ കാലിൽ ആ ഒരു കൊലുസ് അണിയിച്ചതും പിന്നെ അശ്വിൻ തന്നെ ചേർത്ത് പിടിച്ചതും ആ ഒരു രംഗങ്ങളെല്ലാം ശ്രുതി ഓർക്കുകയും അതിന്റെ കൂടെ തന്നെ അശ്വിനി വീട്ടിൽ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഒരിക്കലും പ്രണയം കൊണ്ടല്ല നിനക്ക് ആ ഒരു കൊലുസ് അണിഞ്ഞു തന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഓർത്തപ്പോൾ തന്നെ ശ്രുതി പറയുകയാണ്, എന്തായാലും എൻ്റെ സന്തോഷം നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ, അത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ശ്രുതി പുറത്തോട്ട് ഇറങ്ങി പോവാണ്. ഇതേ സമയം നമ്മുടെ അശ്വിനും ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ അശ്വിൻ്റെ സങ്കടം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അഞ്ജലി പോവുകയും എന്നാൽ അശ്വിൻ ഒന്നും പറയാൻ വേണ്ടിയിട്ട്
തയ്യാറാകാത്തപ്പോൾ അഞ്ജലി പറയുവാണ്, നിന്റെ സങ്കടം എന്താണ് എന്ന് എനിക്കറിയാം, അപ്പോൾ അങ്ങനെയൊന്നുമില്ല ചേച്ചി, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിന്റെ ചേച്ചിയാണ് ഞാൻ, അപ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയാം നിന്റെ മനസ്സിന് ഇഷ്ടമില്ലാത്ത ഒരു തീരുമാനം നീ എടുത്തു. ഈ വിവാഹം കഴിക്കാനായിട്ട് നീ സമ്മതം മൂളിയെ പോലെ അവന്റെ വിവാഹം കഴിക്കാനായിട്ട് ഒരുക്കമാണ് എന്ന് നീ പെട്ടെന്നുള്ള തീരുമാനമാണ് എടുത്തത്. നിന്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നീ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നീ ഈ ഒരു അപ്സെറ്റ് എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ഇപ്പൊ ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നിന്റെ തീരുമാനം എപ്പോഴും അന്നും ഇന്നും എന്നും സക്സസ് ആവുകയുള്ളൂ, സക്സസ് ആയിട്ടേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ നീ എടുത്ത തീരുമാനം ഒട്ടും ശരിയല്ല എന്ന് നിന്റെ ഈ ഒരു മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ അവിടെ അഞ്ജലി പറയുന്നുണ്ടെങ്കിൽ അതൊന്നും സമ്മതിച്ചു കൊടുക്കാനായിട്ട് അശ്വിൻ തയ്യാറായില്ല. അതിന്റെ കൂടെ തന്നെ ശ്രുതിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അശ്വിന്റെ മനസ്സിലും. അങ്ങനെ നേരെ അശ്വിൻ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും അച്ഛനും നക്ഷത്രങ്ങളായിട്ട് ആകാശത്ത് വരുമെന്ന് അന്ന് ശ്രുതി പറഞ്ഞിരുന്നത് അശ്വിൻ ഓർത്തു. അതേസമയം തന്നെ ശ്രുതിയും ആകാശത്ത് നോക്കിയിട്ട് ആ ഒരു നക്ഷത്രങ്ങളെ നോക്കുകയും എന്നിട്ട് ആ ഒരു അശ്വിനെ കുറിച്ചുള്ള ഓർമ്മകൾ ശ്രുതിക്കും ശ്രുതിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അശ്വിനും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രണ്ടുപേരും എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് രണ്ടുപേർക്കും ഇപ്പോൾ ബോധ്യമായി തുടങ്ങുന്ന സമയമാണ്. എന്നാൽ ഒന്നും ഇനി തിരുത്താനായിട്ട് പറ്റത്തില്ല, ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളൊരു ആ ഒരു കാര്യങ്ങളും അവരുടെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്യാമ വീട്ടിലെത്തി അഞ്ജലിയുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം രാവിലെ തന്നെ അവർ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ്. അഞ്ജലിയും ശ്യാമും കൂടി പുറത്തോട്ട് പോയതിന് ശേഷം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുന്ന സമയത്ത് ശ്യാമിന്റെ ഒരു ക്ലയന്റിനെ കാണുകയും അങ്ങനെ മാലിനിയെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ മാലിനിയുടെ കേസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാലിനി തന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുവാണ്. അപ്പോൾ മാലിനിയുടെ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചു പോയത് കൊണ്ട് തന്നെ അവർക്ക് കിട്ടേണ്ട ക്ലെയിമിന്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് മാലിനി ശ്യാമിനോട് പറയുന്നത്, എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട്, മക്കളെ സ്കൂളിൽ ആക്കാനല്ല, എന്നെ പ്രിൻസിപ്പൾ വിളിച്ചിട്ടാണ് വന്നതെന്നും 2 മാസത്തെ ഫീസ് അടയ്ക്കാനുണ്ട്, ഇനി അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശ്യാമിന്റെ കയ്യിലുള്ള 10,000 രൂപ എടുത്തു കൊടുക്കുകയും അവരുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ അഞ്ജലിക്ക് മനസ്സിലിഞ്ഞ് അഞ്ജലിയും കുറച്ച് പൈസ എടുത്തു കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ശ്യാമിന്റെ തന്ത്രങ്ങളാവാനാണ് സാധ്യത. കാരണം ശ്യാം ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അശോകനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഇവിടെ എൻ്റെ തന്ത്രങ്ങളെല്ലാം ഫലിച്ചല്ലോ, ശ്രുതിയുമായിട്ടുള്ള വിവാഹം നടത്താനായിട്ട് എനിക്ക് നടത്താമെന്ന് എല്ലാവരും സമ്മതിച്ചല്ലോ, അപ്പോൾ ഞാൻ നേരെ എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, എൻ്റെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ അവളെ എൻ്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് നല്ലത്, അവളെ കുറച്ച് തട്ടി ഒരുമിക്ക് നിന്ന് കഴിഞ്ഞാൽ, അവളെ കൂടെ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള പൈസകളെല്ലാം അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങാനായിട്ട് പറ്റും, അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവളുടെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് ശ്യാം അശോകനോട് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇതും ശ്യാമിൻ്റെ ഒരു ചതിയാവാനാണ് സാധ്യത. അത് മാത്രമല്ല ഇപ്പോൾ ശ്രുതിയും അശ്വിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരൊരു തെറ്റായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു തീരുമാനം തെറ്റാണ് എന്ന് രണ്ടുപേർക്കും ഇപ്പോൾ ശ്രുതിക്ക് തെറ്റാണെന്ന് തോന്നിയെങ്കിൽ പോലും തൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ശ്രുതി അത് സമ്മതിച്ചു. അതുപോലെ തന്നെ ലാവണ്യെ വിവാഹം കഴിക്കാനായിട്ട് അശ്വിന് ഇപ്പോൾ ലാവണ്യെ ഇഷ്ടമായിരുന്നു, എന്നാൽ ശ്രുതി ഇഷ്ടമാണെങ്കിലും ഇപ്പോൾ മുത്തശ്ശിക്കും കുടുംബക്കാർക്കും വേണ്ടിയിട്ടാണ് അശ്വിന് ഈ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. ഇനി ഈ ഒരു തീരുമാനം തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അശ്വിനും ശ്രുതിയും വീണ്ടും കണ്ടുമുട്ടുമോ? അങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ശ്രുതിയെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമാണ് എന്നൊരു കാര്യം അശ്വിൻ ശ്രുതിയോട് പറയുമോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്? അതോ ഇനി ശ്യാമിന്റെ വിവാഹം ആ ഒരു ദിവസം, ശ്രുതിയുടെയും ശ്യാമിന്റെ വിവാഹ ദിവസം തന്നെ ശ്യാമിന്റെ ചതി പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇതുവരെയും അഞ്ജലിയുടെ ഭർത്താവാണ് ശ്യാം, അഞ്ജലിയുടെ ഭർത്താവായ ശ്യാമാണ് തന്റെ അളിയനാണ് ശ്രുതിയുടെ വീട്ടിലുള്ള ശ്യാം എന്നുള്ള ഒരു കാര്യം ഇതുവരെയും രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ശ്യാമിന്റെ ചതി പുറത്തായി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അശ്വിന്റെയും ശ്രുതിയുടെയും വിവാഹം നടക്കുമോ നടക്കില്ലേ എന്ന് നമുക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അറിയാൻ പറ്റും. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.